അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നമുക്ക് ബാക്കി തുടരാമല്ലേ. അവസാനമായി പറഞ്ഞത് സൂഫികളെന്ന് നടിക്കുന്ന കുറേ ആളുകൾ, അവരുടെ കുറേ ബാത്തിലായിട്ടുള്ള വേണ്ടാത്ത കുറേ നടപ്പുകൾ ഉണ്ടാകും. അതിലൊന്നും നീ പെടണ്ട എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. വളരെ കുറച്ച് മാത്രം എടുക്കാം ഇൻഷാ അല്ലാ. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർ കേൾക്കണം ഇൻഷാ അല്ലാ. യൂട്യൂബിൽ അവൈലബിൾ ആണ്. അയ്യുഹൽ വലത്, കുഞ്ഞുമോനെ, ഇനി അൻസഹുക ബി സമാനിയത്തി അഷ്യ, ഞാൻ നിന്നോട് 8 കാര്യങ്ങളെ കൊണ്ട് നസീഹത്ത് ചെയ്യുകയാണ്. യഖ്ബൽഹ ഖബില യഖ്ബലു യഖ്ബൽഹ മിന്നി, നീ അതിനെ സ്വീകരിച്ചോ. ആ 8 കാര്യങ്ങൾ നീ എന്നിൽ നിന്ന് സ്വീകരിച്ചോ. എന്തേ? ലി അല്ലാ യകൂന അമലുക ഇൽമുക ഖസ്മൻ അലൈക യൗമൽ ഖിയാമ, നീ പഠിച്ച അറിവുകളൊക്കെ ഉണ്ടല്ലോ, ആ അറിവുകൾ ആവാതിരിക്കാൻ, ലി അല്ലാ യകൂന ഇൽമുക, നിൻ്റെ അറിവ് ആവാതിരിക്കാൻ, ഖസ്മൻ, നിൻ്റെ എതിർകക്ഷി, നിന്നോട് തർക്കിക്കുന്നത് അല്ലെങ്കിൽ നിൻ്റെ എതിർകക്ഷി ആവാതിരിക്കാൻ, അലൈക, നിനക്കെതിരെയുള്ള ഒരു കക്ഷി ആവാതിരിക്കാൻ, യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അപ്പോൾ ഖിയാമത്ത് നാളിൽ നീ പഠിച്ച അറിവ് നിനക്ക് എതിരാവാതിരിക്കാൻ ഞാൻ പറയുന്ന 8 കാര്യങ്ങൾ നീ ശ്രദ്ധിച്ചോളൂ. തഹമലു മിൻഹ അർബഅത്തൻ, നീ അതിൽ നിന്ന് 4 കാര്യങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുകയും തദഉ മിൻഹ അർബഅത്തൻ, 4 കാര്യങ്ങളെ വെടിയുകയും ചെയ്യും. അമ്മല്ലവാത്തി തദഉ, നീ ഉപേക്ഷിക്കേണ്ട 4 കാര്യങ്ങൾ ഏതാണ്? ഉപേക്ഷിക്കേണ്ട 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ശ്രദ്ധിച്ചോളൂ. ഉപേക്ഷിക്കേണ്ട 4 കാര്യങ്ങളിൽ ഒന്നാമത്തേത്. ഇതിനിടയ്ക്ക് നമ്മൾ വേറെ പല കാര്യങ്ങളൊക്കെ പറയും, വേറെ പല കാര്യങ്ങളും നമ്മൾ ഇതിൽ പറയും. അതിൽപ്പെട്ടതാണെന്ത്? ഇത് താഴെ ഫവായിദ് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും വരുന്നുണ്ട്. അമ്മല്ലവാത്തി തദഉ, ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളിൽ ഫഅഹദുഹ, ഒന്നാമത്തത്, അല്ല തുനാദിറ അഹദൻ ഫി മസ്അലത്തിൻ മസ്തതഅത, അല്ല തുനാദിറ, നീ സംവാദം നടത്തലാണ്, അഹദൻ, ഒരാളോടും, ഫി മസ്അലത്തിൻ, ഒരു വിഷയത്തിലും, മസ്തതഅത, നിനക്ക് കഴിയുന്ന അത്ര. നീ ഒരാളോട് സംവദിക്കാൻ നിന്നാൽ, മുനാദറ നടത്താൻ നിന്നാൽ, അപ്പോൾ അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. ലി അന്ന ഫിഹ ആഫത്തൻ കസീറ, ധാരാളം ആഫത്തുകളുണ്ട്. അപ്പോൾ ഇസ്മുഹ അക്ബർ മിൻ നഫ്ഇഹ, അതിലെ ഉപകാരത്തേക്കാൾ അധികമാണ് ഉപദ്രവം. ഇത് ഹിയ മംബഉ കുല്ലി ഖുലുഖിൻ ദമീമിൻ, കാരണം ഹിയ, ഇത്, അങ്ങനെ ഓരോ പ്രശ്നങ്ങളിലും നീ എന്ത് ചെയ്യുക? നീ അവരോട് മുനാദറ നടത്തുക എന്നത്, ഈ കാര്യം, ഈ ഒരു ഹസ്ലത്ത്, ഹിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹസ്ലത്ത്, ഈ ഒരു കാര്യം, മംബഉ, അത് ഉറവിടമാണ്. എന്തിൻ്റെ ഉറവിടമാണ്? കുല്ലി ഖുലുഖിൻ ദമീമിൻ, മോശമായ സ്വഭാവങ്ങളുടെ എല്ലാം ഉറവിടമാണിത്. ഏതുപോലെ? നീ മുനാദറ നടത്തുകയാണെങ്കിൽ നിനക്ക് റിയാ ഉണ്ടാകും, ഹസദ് ഉണ്ടാകും, കിബർ ഉണ്ടാകും, യഖദ്, ഒരു പോര്, അതുപോലെ ഒരു പോര്, മറ്റുള്ളവരോടൊരു പോര്, ഒരു പക, വൽ അദാവത്ത്, ശത്രുത, മുബാഹാത്ത് പറഞ്ഞാൽ ഒരു പ്രകടനപരത, ഒരു അഥവാ റിയാഇൻ്റെ മറ്റൊരു രൂപമാണ് മുബാഹാത്ത് എന്ന് പറഞ്ഞത്, പ്രകടനപരത. വഗൈരിഹ, ഇതുപോലെ മറ്റും സ്വഭാവങ്ങൾ അതിൽ നിന്ന് ഉടലെടുത്തേക്കാം. നഅം, എങ്കിലും, ലൗ വഖഅ മസ്അലത്തുൻ ബൈനക വ ബൈന ശഖ്സിൻ ഔ ഖൗമിൻ, നിനക്കും മറ്റൊരു വ്യക്തിയോ അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിൻ്റെയോ ഇടയിൽ വല്ല പ്രശ്നവും നടക്കുകയാണെങ്കിൽ, അങ്ങനെ ദീനുൽ ഇസ്ലാമിൻ്റെ പേരിലുള്ള വല്ല വിഷയവും നടക്കുകയാണെങ്കിൽ, വകാന ഇറാദത്തുക ഫീഹ, അതിൽ നിൻ്റെ ഉദ്ദേശവുമായി, എന്തായി നിൻ്റെ ഉദ്ദേശം? അൻ തുൽഹിറൽ ഹക്ക, നീ ഹക്കെന്തോ അത് വെളിവാക്കണം എന്നാണ് നിൻ്റെ ലക്ഷ്യവുമെങ്കിൽ, വലാ തുളയ്യ, നീ ആ ഹക്കിനെ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുമാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ, ജാസൽ ബഹ്സു, നിനക്ക് ചർച്ചയാവാം. ചർച്ച, ബഹ്സ് എന്ന് പറഞ്ഞാൽ മുനാദറ വേണ്ട, സംവാദം വേണ്ട, മറിച്ചോ ചർച്ചയാകാം, ഗ്രൂപ്പ് ഡിസ്കഷൻ.
ഒക്കെ പറയില്ലേ. അപ്പോൾ GD ആവാം, പരസ്പരം ചർച്ചയാവാം, അല്ലാതെ എന്ത് വേണ്ട, മുനാളറ വേണ്ട. ലാക്കിൻ ലി തിൽക്കൽ ഇറാദത്തി അലാമത്താനി ഇങ്ങനെയാണ് നിൻ്റെ ഉദ്ദേശം എന്ന് തെളിയാൻ, എന്ന് വ്യക്തമാകാൻ രണ്ട് അടയാളങ്ങളുണ്ട്. അഹദുഹ ഇഹ്ദാഹുമ, ആ രണ്ട് അടയാളങ്ങളിൽ നീ സതുദ്ദേശമാണ് ഈ ഒരു ചർച്ച കൊണ്ട് ഉള്ളത് എന്നതിനുള്ള രണ്ട് അടയാളങ്ങളിൽ ഒന്നാമത്തത് അല്ലാ തുഫരിഖ, നീ വേർതിരിക്കാതിരിക്കുക ബൈന അൻ യൻകശിഫൽ ഹഖ്, ഹഖ് വെളിവാകണം എന്നതിനിടയിൽ അലാ ലിസാനിക, നിൻ്റെ നാവിനെ കൊണ്ടോ, ഔ അലാ ലിസാനി ഗൈരിക, നീ അല്ലാത്തവരുടെ നാവിലൂടെയോ ഹഖ് വെളിവാകണം എന്നതിനിടയിൽ നീ വേർപ്പെടുത്താതിരിക്കുക. അഥവാ നിനക്കൊരു വാശി, എൻ്റെ നാവിലൂടെ മാത്രമേ ഹഖ് വെളിവാകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ഹഖ് വെളിവാക്കിപ്പിക്കണം എന്നൊരു അങ്ങനെ ഒരു വേർതിരിവ് ഇല്ലാതിരിക്കണം. അങ്ങനെ ഒരു വേർതിരിവുണ്ടെങ്കിൽ അപ്പം നിനക്കതിൽ ഉദ്ദേശശുദ്ധി ഇല്ല എന്ന് മനസ്സിലാക്കാം. അത് നിൻ്റെ വാശിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാനിയത്തു, രണ്ടാമത്തെ അടയാളം ഏതാണ്? അൻ യകൂനൽ ബഹ്സു ഫിൽ ഖലാഇ, ഈ ചർച്ച ആളൊഴിഞ്ഞ സ്ഥലത്തു നിന്നാവണം. അൻ യകൂനൽ ബഹ്സു ഫിൽ ഖലാഇ, ആളൊഴിഞ്ഞ സ്ഥലത്തു നിന്നുള്ള ചർച്ചയാവണം. അഹബ്ബയിലേക്ക, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, മിൻ അൻ യകൂന ഫിൽ മലഇ, സഭക്കിടയിൽ, ജനക്കൂട്ടത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു സഭക്കിടയിൽ നിന്ന് ചർച്ച ചെയ്യുന്നതിനേക്കാൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് നിന്ന് ചർച്ച ചെയ്ത് തീർപ്പാക്കി ഹക്കെന്തോ അത് വെളിവാക്കുക എന്നാണ് നിനക്കിഷ്ടപ്പെടുന്നത് എങ്കിൽ ഇതും നിൻ്റെ ഉദ്ദേശശുദ്ധിയെ വെളിവാക്കുന്നു. അപ്പോൾ ഇങ്ങനെ മുനാദറകൾ വേണ്ട. വസ്മ, എന്നാൽ നീ കേട്ടോ, ഇന്നി അദ്കുറുലക ഹുന ഫായിദതൻ, നിനക്ക് ഇവിടെ ഞാനൊരു ഫായിദ, ഒരു ഉപകാരപ്രദമായൊരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്താണത്? ഇഅ്ലം, നീ മനസ്സിലാക്കിക്കോ, അന്ന സുആല അനിൽ മുഷ്കിലാത്തുകളെ കൊണ്ട് കുറേ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യം അർളു മറളിൽ ഖൽബി ഇല ത്വബീബി, ആ ചോദ്യം അർളു മറളിൽ ഖൽബി, മനസ്സിൻ്റെ രോഗത്തെ വെളിവാക്കലാണ്, പ്രദർശിപ്പിക്കലാണ്. ആർക്ക് മുന്നിൽ? ഇല ത്വബീബി, ആർക്ക് മുന്നിൽ? ത്വബീബിന് മുന്നിൽ, അഥവാ ഡോക്ടർക്ക് മുന്നിൽ. അപ്പോൾ നീ കുറേ മുഷ്കിലാത്തിനെക്കുറിച്ച്, കുറേ പ്രശ്നങ്ങളെക്കുറിച്ച്, കുറേ വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങളെല്ലാം സത്യത്തിൽ എന്താണ്? മാനസികമായിട്ടുള്ള പല രോഗങ്ങളും, അഥവാ ഹസദ്, കിബർ, റിയാ, ഹിഖദ്, മുബാഹാത്ത്, അതുപോലെ നമീമത്ത്, ഇത്തരത്തിലുള്ള മനസ്സിൻ്റെ രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ആ മനസ്സിൻ്റെ രോഗങ്ങളെക്കുറിച്ചുള്ള ചോദ്യം അത് വെളിവാക്കി, ആരുടെ മുന്നിൽ വെളിവാക്കി? അത് പ്രകടിപ്പിച്ചു. അത് ആരുടെ മുന്നിൽ പ്രകടിപ്പിച്ചു? ഇല ത്വബീബിലേക്ക്, ഒരു ഡോക്ടറിലേക്ക് വെളിവാക്കലാണ്. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ അടുത്തേക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ പ്രശ്നങ്ങൾ ഒരു ത്വബീബ്, നമ്മളൊരു ഡോക്ടർ എന്നുള്ള സ്ഥാനത്താണ്, ആ ഡോക്ടറിൻ്റെ മുന്നിലേക്കാണ് വെളിവാക്കുന്നത്. എന്നാൽ അതിനുള്ള മറുപടി, ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി, വൽ ജവാബലഹു, ഈ മുഷ്കിലാത്തിനുള്ള ചോദ്യത്തിനുള്ള മറുപടി, സഅയുൻ, പരിശ്രമമാണ്, ലി ഇസ്ലാഹി മറദിഹി, തൻ്റെ മാനസിക പ്രയാസങ്ങൾ, ആ മാനസിക രോഗങ്ങൾ നന്നാക്കിയെടുക്കാനുള്ള പരിശ്രമമാണ് വേണ്ടത്. അപ്പോൾ അതാണ് അതിനുള്ള മറുപടി. അപ്പോൾ നീ ചോദിച്ച ചോദ്യങ്ങളെല്ലാം മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു ഡോക്ടറോട്, മാനസിക പ്രശ്നങ്ങളുടെ അത് ചികിത്സിക്കുന്ന ഡോക്ടറോടുള്ളൊരു ചോദ്യമാണ്. അതിനുള്ള മറുപടി എന്താണ്? സ്വന്തം ശരീരത്തിൻ്റെ രോഗങ്ങളെ നന്നാക്കാൻ, അത് ശരിപ്പെടുത്തിയെടുക്കാൻ
സ്വമേധയാ പരിശ്രമിക്കുകയാണ് വേണ്ടത് എന്നാണ് അതിന് മറുപടി പറയാനുള്ളത്. വാലം എന്നിട്ട് നീ മനസ്സിലാക്കിക്കോ, അന്നൽ ജാഹിലീന, ഈ തൊബീബ് എന്ന് പറയുമ്പോൾ എല്ലാ തൊബീബുമാർ ഈ എല്ലാ രോഗങ്ങളും മാറ്റിക്കൊടുക്കുമോ, അങ്ങനെ മാറ്റി തരും എന്ന് പറയാൻ പറ്റുമോ എന്നാണ് ഇനി കുറച്ച് നേരം ഇങ്ങനെ പറയണത്. വാലം അന്നൽ ജാഹിലീന, വിഡ്ഢികൾ, എത്തരത്തിലായ ജാഹിലീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇൽമില്ലാത്തവർ എന്നല്ല, അൽ മർള ഖുലൂബുഹും, മാനസിക രോഗം പറ്റിയവർ, അൽ മർള ഖുലൂബുഹും, മാനസിക രോഗം പിടിച്ചവർ, അൽ മർള ഖുലൂബുഹും, മാനസിക രോഗം പിടിച്ചവരായ ആളുകൾ. വൽ ഉലമാ അൽ അതിബ്ബാഉ, വൽ ഉലമാ, പിന്നെ ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ അതിബ്ബാഉ, ഡോക്ടർമാരും ആകുന്നു. അപ്പോൾ ജാഹിലീൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. ആരാണ് ജാഹിലീൻ? തസൂഫിൻ്റെ ഭാഷയിൽ ജാഹിൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മർള ഖുലൂബുഹും, മാനസിക രോഗം ബാധിച്ചവരാണ്, മനസ്സിന് രോഗം പിടിച്ചവരാണ്, ഈ ഹസദ് കിബർ പോലത്തെ രോഗം ബാധിച്ചവരാണ് തസൂഫിൻ്റെ ഭാഷയിൽ ജാഹിൽ എന്ന് പറഞ്ഞാൽ. ഉലമാ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ അതിബ്ബാഉ, ഈ മാനസിക രോഗത്തിൻ്റെ ഡോക്ടർമാരാണ് ആര്? ഉലമാ എന്ന് പറഞ്ഞാൽ. വൽ ആലിമുൻ നാഖിസു, ഒരു മുറിയനായ പണ്ഡിതൻ, മുറിമൂക്കൻ ആളെ കൊല്ലുന്നല്ലേ, അഥവാ ഒരു നാഖിസായിട്ടുള്ള പൂർണ്ണ പണ്ഡിതനല്ലാത്തവൻ, ഒരു അപൂർണനായ ഒരു ആലിമ്, പണ്ഡിതൻ. ലാ യുഹ്സിനുൽ മുആലജത, അവന് ഈ ചികിത്സ എന്നത് നന്നാവൂല, അവന് പറ്റിയതല്ല. ഒരു അപൂർണനായിട്ടുള്ള ഒരു പണ്ഡിതന് എല്ലാ വിഷയങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല, അങ്ങനെയാണെങ്കിൽ ലാ യുഹ്സിനുൽ മുആലജത, അവന് ചികിത്സ എന്നത് നന്നാവൂല. ഓൻ ചികിത്സിക്കാൻ നിന്നാൽ ചിലപ്പോൾ വലിയ വലിയ പ്രശ്നത്തിക്കൊക്കെ കാരണം ചെന്ന് ചാടൽ. എന്നാൽ വൽ ആലിമുൽ കാമിലു, പരിപൂർണനായ ഒരു പണ്ഡിതൻ, ലാ യുആലിജു കുല്ല മരീദിൻ, എല്ലാ രോഗികളെയും അദ്ദേഹം ചികിത്സിക്കുകയുമില്ല. മറിച്ചോ ബൽ യുആലിജു, മറിച്ച് ചികിത്സിക്കും. ആരെ? മൻ, ഒരുത്തന്, യർജു ഫീഹിൽ ഖബൂലൽ മുആലജതി വസ്സലാഹി, യർജു ഫീഹി, ആ ഒരുത്തനിൽ പ്രതീക്ഷയുണ്ട്, ഖബൂലൽ മുആലജതി, ഈ ചികിത്സ സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, വസ്സലാഹി, നന്മയും പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെ ചികിത്സിച്ചാൽ ഇയാൾക്ക് ചികിത്സ ഫലിക്കും, ഇയാൾക്ക് നന്നാവും എന്ന് തോന്നുന്ന ആളെ മാത്രമേ ഒരു പരിപൂർണനായ ഒരു പണ്ഡിതൻ ചികിത്സിക്കുകയുള്ളൂ. വഇദാ കാനത്തിൽ ഇല്ലത്തു മുസ്മിനത്തൻ, ഇനി അപ്പോൾ ഈ രോഗം ബാധിച്ച ആളുടെ രോഗമെന്നത് മുസ്മിനത്തൻ, അത് മാറാത്തതാണ്, മാറാവ്യാധിയാണ്, അഥവാ കുറേ കാലം നീണ്ടു നിൽക്കുന്ന, ഒരു കാലത്തും മാറാത്ത രോഗമാണ് ഇയാളുടെ രോഗം. ഇതാ കാലത്തിൽ ഇല്ലത്തു മുസ്മിനത്തൻ, മാറാവ്യാധിയാണ് ഇയാളുടെ വ്യാധിയെങ്കിൽ, ഔ അക്കീമൻ, അല്ലെങ്കിൽ ഇദ്ദേഹം മച്ചിയാണ്, ഒരിക്കലും പ്രസവിക്കൂല. അക്കീം എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്തവൻ, മച്ചി. ലാ തഖ്ബലുൽ ഇലാജ, അങ്ങനത്തെ ആൾക്ക് ഒരിക്കലും ചികിത്സ സ്വീകരിക്കൂല. അന്നേരത്ത് ഇയാൾക്ക് ചികിത്സ കൊടുത്തിട്ട് കാര്യമല്ല. ഇപ്പം ഹദാഖത്തു ത്വബീബി, അപ്പോൾ ഒരു ഡോക്ടറുടെ മഹാറത്ത്, ഹദാഖത്ത് പറഞ്ഞ മഹാറത്ത്, നിപുണത, ഒരു ഡോക്ടറുടെ നിപുണത, ഫീഹി, ഇവനിൽ, ഒരിക്കലും ചികിത്സ ഫലിക്കാത്ത ഒരുത്തനിലുള്ള ഒരു ഡോക്ടറുടെ നിപുണത എന്താണ്? അയ്യക്കൂല, അവനോട് നേരാവണ്ണം നേരിട്ട് പറയണം, ഹാദാ ലാ യഖ്ബൽ ഇലാജ, ഈ രോഗത്തിന് ചികിത്സയില്ല, ഇത് ചികിത്സയെ സ്വീകരിക്കുന്നതല്ല. ഫലാ യസ്തഗലു ബിമുദാവാത്തിഹി, അതിന് മരുന്ന് കൊടുത്തുകൊണ്ട് അവൻ ശുഗലാവൂല. ലിഅന്ന ഫീഹി തളീഅൽ ഉംരി, ഇതിലെന്താ കിട്ടുന്നത്? ഇതിൻ്റെ റിസൾട്ടായിട്ട് എന്താ വരുന്നത്? ലിഅന്ന ഫീഹി തളീഅൽ ഉംരി, ഇവൻ്റെ ആയുഷ്കാലം തീർക്കുക എന്നത് മാത്രമേ ഇതിൽ നടക്കുന്നുള്ളൂ. പിന്നീട് മറദുൽ ജഹ്ല് 4 വിധത്തിലാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയും കേട്ട ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് മുഴുവൻ കേൾക്കുക.
വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.